നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ 197th എപ്പിസോഡാണ്. അതായത് ഈ വീക്ക് വി ആർ ഗോയിങ് ടു റീച്ച് 200 എപ്പിസോഡ്സ്. ആ എക്സൈറ്റ്മെന്റിലാണ് നമ്മളെല്ലാവരും. നിങ്ങളാണ് അതിന്റെ മെയിൻ കാരണക്കാര്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. നസീർക്ക, നമ്മുടെ ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, ഒരു ഗായികയുണ്ട്, എന്റെ കയ്യിൽ കുറച്ച് ലിറിക്സ് ഉണ്ട്. അത്രേ ഉള്ളൂ. ബാക്കി ഇനി ഇല്ല. കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ ഞാൻ ആദ്യം നസീർക്കെ വിളിച്ച് സംസാരിച്ചത്. കൊറിയോഗ്രാഫി ചെയ്യൂ, ഞാൻ പെർഫോം ചെയ്യാം. അത് കൊള്ളാം. എനിക്കൊരു 2 മാസം സമയം തരണം. ഞാൻ ആദ്യം പോയി കൊറിയോഗ്രാഫി ഒന്ന് പഠിക്കണ്ടേ? കുട്ടി, ഇവരെന്താ ചെയ്യേണ്ടത്? അതാണ് ഞാൻ സോറി, ടോപ്പിക്കിന് കുറച്ച് മാറിപ്പോയി ഞാൻ. അതായത് ലിറിക്സ് ഉണ്ട്, നാദിക്ക അതിന് ഈണമിടുന്നു, റിമി അതിന് പാടുന്നു. അല്ല, ഞാൻ സാധാരണഗതിയിലെ അല്ല ലിറിക്സ് ഓൾറെഡി എഴുതി വെച്ചിട്ട് അത് തന്നെ ഞാൻ മ്യൂസിക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ എൻ്റെ ഒരു കമ്പോസിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വലിയ മ്യൂസിക് ഡയറക്ടറും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം പറഞ്ഞേക്ക് വിനയ കുനിയനല്ല. നമ്മൾ ചെയ്തിരിക്കുന്നത് സാധാരണ എൻ്റെ ഒരു മ്യൂസിക് കമ്പോസിങ് എന്ന് പറയുന്നത് എൻ്റെ ഫോണിൽ എനിക്ക് ചില യാത്രകളിൽ ട്യൂൺ കിട്ടുമ്പോൾ നമ്മളത് ഇതിനകത്ത് റെക്കോർഡ് ചെയ്ത് വെക്കും. അങ്ങനെ അത്രേ ഉള്ളൂ. അതല്ലാണ്ട് യാത്രയിൽ ട്യൂൺ കിട്ടുമ്പോ അറിയുന്ന പാട്ടിന്റെ ട്യൂൺ പോലും ഞാൻ മറന്നു പോകും. ഈ ട്യൂൺ നമ്മൾ കമ്പോസ് ചെയ്യാൻ നേരത്ത് അത് ഇതിനകത്ത് റെക്കോർഡ് ചെയ്ത് വെക്കും. ആ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന സാധനം വെച്ചിട്ടാണ് പിന്നെ നമ്മൾ റൈറ്റർക്ക് അയച്ചു കൊടുക്കും. അത് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അത് റെഡി അല്ലേ? നമുക്ക് നോക്കാം. അത് മതി. എനിക്ക് അത്ര കേട്ടാ മതി. റെഡി അല്ലേ? നമുക്ക് ഞാൻ ലിറിക്സ് തരട്ടേക്കാം. ലിറിക്സ് ആരാണ് എഴുതിയേക്കണത്? നമ്മുടെ ഫിറോസിക്കാണ്. അപ്പൊ അവന്റെ ആദ്യം സ്റ്റൈൽ വരാം. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ സ്വന്തം ലിറിസിസ്റ്റ്. കുളിക്കന്നെ. അല്ല, ഇവന് അത്യാവശ്യം എഴുത്ത് കാര്യങ്ങള് കൂടുതലുണ്ട്. എന്റെ പാട്ടുകാരനാണ്, എഴുത്തുകാരനാണ്, മ്യൂസിക് ഡയറക്ടർ കൂടിയല്ലേ നീ? മ്യൂസിക് ഒക്കെ കമ്പോസ് ചെയ്യും. എല്ലാം ഞാൻ ചെയ്യും. എളിമയുള്ള കുട്ടിയാ. അങ്ങനെ പിന്നെ നിനക്ക് കൂടി ആ മ്യൂസിക് ചെയ്തിട്ട് ഇങ്ങോട്ട് വിട്ടപ്പോരായിരുന്നു. അല്ല, നാദൊക്കെ ചെയ്യണതിന്റെ ഒരു സ്പെഷ്യാലിറ്റി വേറെ അല്ലേ ഫിറോസ്ക? അതാണ് നാദൊക്കെ ചെയ്യുമ്പോ അത് നാദക്കയുടെ പാട്ടല്ലേ, അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് ലിറിക്സ് ഒന്ന് വായിച്ച്. ലിറിക്സ് വായിക്കൂ, കേക്കട്ടെ. ലിറിക്സ് വായിക്കോ. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിനെ പറ്റിയുള്ള. ശരി. വന്നല്ലോ കൺമുന്നിൽ കാണും ചിരിയുടെ പൊൻപൂരം, കൺമുന്നിൽ കാണും ചിരിയുടെ പൊൻപൂരം, കണ്ടില്ലേ നാടാകെ സന്തോഷം തരും ആഘോഷം, വർണ്ണം വിതറി വരും പെണ്ണിൻ പുഞ്ചിരി അഴകുണ്ടേ, എന്നും മനമുണരാൻ താരത്തിരിവിളയാട്ടുണ്ടേ, ഒന്നായി നാം വന്നിടാം ആമോദത്തേരിൽ. നീ ആ ലിറിക്സ് ഇങ്ങോട്ട് തന്നേ, ഞാൻ വായിച്ചോ ഇങ്ങോട്ട് തന്നോയി. അവൻ എഴുതിയവന് എന്നെ വായിക്കാൻ അറിയാൻ പാടില്ല. വന്നല്ലോ കൺമുന്നിൽ കാണും ചിരിയുടെ പൊൻപൂരം, കണ്ടില്ലേ നാടാകെ സന്തോഷം തരും ആഘോഷം. ഇതാണ് റിതം അല്ലേ മോനെ? ഓർക്കസ്ട്ര. വന്നല്ലോ കൺമുന്നിൽ കാണും ചിരിയുടെ പൊൻപൂരം. ഓക്കെ, റെഡി? ഇത്ര ഈസി അല്ലേ? നിക്ക് കമ്പോസ് ചെയ്യാൻ ഒത്തിരി സമയം വേണ്ടി. റിമി, ഇത് റിമി പാടണം. റെഡി? 1 2 3 4. വന്നല്ലോ കൺമുന്നിൽ കാണും ചിരിയുടെ പൊടിപൂരം, കണ്ടില്ലേ നാടാകെ സന്തോഷം തരും ആഘോഷം, വന്നല്ലോ കൺമുന്നിൽ കാണും ചിരിയുടെ പൊടിപൂരം, കണ്ടില്ലേ നാടാകെ സന്തോഷം തരും ആഘോഷം, വർണ്ണം വിതറി വരും പെണ്ണിൻ പുഞ്ചിരി അഴകുണ്ടേ, എന്നും മനതാരാൻ താരത്തിരുവിളയാട്ടുണ്ടേ, ഒന്നായി നാം വന്നിടാം ആമോദത്തേരിൽ മുന്നേറാം. 3 3 4. കോമഡി മാസ്റ്റേഴ്സ്, ഇത് കോമഡി മാസ്റ്റേഴ്സ്, കോമഡി മാസ്റ്റേഴ്സ്, ഇത് കോമഡി മാസ്റ്റേഴ്സ്. അയ്യോ, ഇത് കലക്കി ഇങ്ങനെ
പെട്ടെന്നൊരു കമ്പോസിങ്ങും. അല്ല ഇതില് ഇവര് ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങളൊന്നും അല്ല, ഞാൻ ഫിറോസിന്റെ മുഖത്താണ് നോക്കുന്നത്. കാര്യം അറിയോ, അവൻ എഴുതിയ ആ ഒരു സാധനം ഇത്ര പെട്ടെന്ന് അതിന് മജ്ജയും മാംസവും ഒക്കെ വെച്ച് അതങ്ങോട്ട് വളർന്ന് അല്ലെ ഒരു രൂപം പ്രാപിച്ചു എന്ന് പറയും. അപ്പൊ കേട്ടോ. താങ്ക് യു താങ്ക് യു താങ്ക് യു. താങ്ക് യു സോ മച്ച് ഡാർലിംഗ്. പാടി തകർത്ത് കളഞ്ഞു. നമ്മൾ ഗംഭീര പാട്ടിൽ തുടങ്ങി. ഇനി ഒരു ഷോർട്ട് ബ്രേക്ക് നമുക്ക് ഒരുമിച്ച് പറഞ്ഞല്ലോ ഫിറോസ്ക്ക്. നമ്മൾ ഇതുവരെ ഒരുമിച്ച് ഒരു ഷോർട്ട് ബ്രേക്ക് പറഞ്ഞിട്ടല്ലോ ഫിറോസ്ക്ക. അപ്പൊ നമുക്ക് പറയാം കോമഡി മാസ്റ്റേഴ്സിൽ ഇനി ഒരു ഷോർട്ട് ബ്രേക്ക്. നീ എവിടെടാ? ഞാൻ ഹോസ്പിറ്റലാണ്. ഒന്നും പറയണ്ട, ഇന്ന് രാവിലെ ഒരു തമാശ ഉണ്ടായിരുന്നു. നമുക്കൊരു അളിയനുണ്ടല്ലോ ഒരു കുരുത്തം കേട്ടോ. അവൻ എന്നോടേ അവന് ഗോവയിൽ പോകാൻ കാശ് വേണമെന്ന് 25,000 രൂപ ചോദിച്ചു. ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ? ഞാൻ പറഞ്ഞ എൻ്റെ കയ്യിലും കാശില്ലെന്ന് പറഞ്ഞപ്പോൾ ആ സങ്കടത്തിൽ അവൻ വീടിൻ്റെ ഫ്രണ്ടിലിരിക്കണ മാവില്ലേ അതിനകത്ത് കയറി തൂങ്ങി. ആ കൊമ്പൊടിഞ്ഞ് താഴെ വീണിപ്പോൾ കാല് 18 കഷ്ണമായിട്ട് ഇവിടെ തിയേറ്ററിലാണ്, ഓപ്പറേഷൻ തിയേറ്ററിൽ. ഞാനിവിടെ ഉണ്ട്. ഞാൻ വിളിക്കാം. എടി അവന് ഓപ്പറേഷൻ തിയേറ്ററിലാണ്. ഞാൻ കയറി കണ്ടായിരുന്നു. അവൻ എന്താ പറഞ്ഞതെന്നാ? അവൻ ആ നേരത്തെ എന്നോട് അളിയാ താതാ എന്നാണ് ചോദിക്കണത്. ഞങ്ങളല്ലേ അവൻ അതേ ചോദിക്കുള്ളൂ. മദ്യമാണ് അവൻ ചോദിക്കണത്. അളിയാ താതാ. അവൻ ആരാടി ഈ പേരിട്ട്? സുനേത്രൻ. എന്താ അവന്റെ പേരിനൊരു കുഴപ്പം? എന്താ അവന്റെ കണ്ണ് പാലക്കാട് നിൽക്കണെങ്കിൽ ഒരു കണ്ണ് ഷൊർണൂരാണ് നിൽക്കണത്. സരിത സവിത സംഗീത തിയേറ്ററിൽ ഒരു തിയേറ്ററിൽ അവൻ പടത്തിന് കയറി 2 തിയേറ്ററിൽ പടവും കണ്ടുകൊണ്ട് അവൻ ഇറങ്ങുള്ളൂ ഒറ്റയടിക്ക്. അയ്യോ പിന്നെ നിങ്ങൾ കുറെ നല്ലതാണല്ലോ. നിങ്ങളുടെ പേര് സുഗുണം തരുമോ? എന്തെങ്കിലും ഒരു ഗുണം നിങ്ങളെ കൊണ്ടുണ്ടോ? എടി നിന്റെ പേരെന്താണ്? ശാന്ത. നീ ഇന്ന് വരെ എനിക്ക് ശാന്തത തന്നിട്ടുണ്ടാ? സ്വസ്ഥത എന്താന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടാ? കല്യാണം കഴിഞ്ഞതിന് ശേഷം വർത്താനം പറഞ്ഞു അവളും അവളുടെ ആങ്ങളെയും കൂടി. അവൻ ചോദിച്ചു 25,000 രൂപ നിങ്ങൾ കൊടുത്താൽ വല്ല കുഴപ്പമുണ്ടായിരുന്നോ? ഞാനെന്താടി അവൻ ചോദിക്കുമ്പോ എടുത്തു കൊടുക്കാനായിട്ട് ഞാൻ വല്ല ബാങ്ക് നടത്തണുണ്ടാ? ഞാനേ അറബി നാട്ടിലും മണലാലിന്റെ അടുത്ത് കിടന്ന് കഷ്ടപ്പെട്ട കാശ അവൻ പോന്ന് ചോദിക്കണത്. അവനെന്തിനാണ് ഗോവയിൽ പോയി ആർത്തു ഉല്ലസിക്കാൻ? അവന് മണലാരടത്ത് കിടക്കാൻ വേണ്ടിട്ടല്ലയോ കാശ് ചോദിച്ചത്? അതേടി ബിയർ അടിച്ചിട്ട് ഗോവയിലെ മണൽ പരപ്പില് അവൻ ആ ബീച്ചിൽ കിടക്കണം. അതിന് വേണ്ടിട്ടല്ല അവൻ കാശ് ചോദിച്ചത്. എന്റെ അടുത്ത് കൊടുക്കാൻ കാശില്ല. നിങ്ങളോട് ആരാ കാശ് ചോദിച്ചത്? പിന്നെ അവൻ എന്റെ മുഖത്ത് നോക്കിയല്ലേ കാശ് ചോദിച്ചത്? നിങ്ങളുടെ മുഖത്ത് നോക്കിയാന്ന് നിങ്ങൾക്ക് അങ്ങ് തോന്നിയതല്ലേ? എന്റെ അച്ഛനോടല്ലേ അവൻ കാശ് ചോദിച്ചത്? അച്ഛനപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്ന? അച്ഛനപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. നിങ്ങളുടെ പുറകിൽ അച്ഛനല്ലേ നിന്നെ? എടി ഇവിടെ കുഴപ്പക്കാരൻ ഞാനോ നീയോ അല്ല, അവന്റെ കണ്ണാണ് പ്രശ്നം. അവൻ എന്നെ നോക്കി ചോദിക്കണമെന്നല്ലേ ഞാൻ കരുത്തിയത്. ഇവൻ ഇടക്കിടക്ക് എന്നെ നോക്കി അച്ചാന്ന് വിളിക്കാറുണ്ട്. ഞാനും കരുത്തി ഇവൻ എന്താ എന്നെ അച്ഛനെ അച്ഛാന്ന് വിളിക്കുന്നത്? മര്യാദക്ക് നിങ്ങളെ അളിയാന്ന് പോലും വിളിക്കാറില്ല. പിന്നെ അച്ഛനെ വിളിക്കണം. അച്ഛനപ്പുറം മാറിപ്പെടുന്നത് ഞാൻ കാണണ്ട. ഇവന്റെ കണ്ണിന്റെയാണ് പ്രശ്നം, എന്റെ കുഴപ്പമില്ല. എന്റെ കുഞ്ഞ് മാവെ കെട്ടി തൂങ്ങി അവൻ ചാവാൻ ശ്രമിച്ച നിങ്ങൾ 25,000 രൂപ കൊടുക്കാച്ചിട്ടല്ലേ? അവൻ എന്തെങ്കിലും സംഭവിച്ച മനുഷ്യ നിങ്ങൾ നോക്കിക്കോ. വിധവ പെൻഷന്റെ ഫോം ഞാൻ പൂരിപ്പിക്കും. നീ പൂരിപ്പിക്കണേ, കുറെ നാളായി നീ പൂരി. അതിന്റെ അർത്ഥം നീ എന്നെ കൊല്ലുന്നല്ലേ? നിങ്ങളെ ഞാൻ കൊല്ലും. നമുക്ക് കാണാടി. എന്തൊരു ബഹളം ഇത്? ഇതെന്താ ചന്തയാണോ? ഇതൊരു ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ഇതൊരു ഹോസ്പിറ്റലാണ്. എല്ലാരും കൂടെ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. ഒന്നും മിണ്ടാതിരുന്നാ എന്താ നിങ്ങക്ക്? ഒരു ഒച്ചപ്പാടും ബഹളം, ഒരു സൈലൻസ് ആയിട്ട് നിന്നൂടെ? അല്ല ഞങ്ങളിപ്പോ സൈലൻസ് ആണല്ലോ. ഇപ്പൊ സിസ്റ്റർ അല്ലേ വയലന്റ് ആവുന്നത്? അതെ, നിങ്ങൾ വീട്ടിൽ മദറിന്റെ അടുത്ത് സംസാരിക്കണ പോലെ സിസ്റ്ററുടെ അടുത്ത് സംസാരിക്കരുത്. ഇവിടുത്തെ രോഗികൾ കണ്ണുറന്ന് നോക്കുമ്പോ മാലാകമാരായിട്ട് നിന്ന് അവരെ ശുശ്രൂഷിക്കുന്ന ആൾക്കാരാണ് ഞങ്ങള്. കേട്ടല്ലോ? അതെ, ഈ ബില്ലെങ്കിലും ഒന്നൊന്ന് അടച്ചു കിട്ടോ? ആ ബില്ല് അടക്കണ കാര്യം ഒന്ന് വേഗം നോക്കിയത് പൈസ ഒപ്പിച്ചിട്ട് ബില്ല് അടക്കാൻ നോക്ക്. ബില്ലടക്കാനാ പറഞ്ഞത്. ബോഡി നമുക്ക് ഏറ്റുവാങ്ങാം. ഞാൻ ആ മൗനജാത്ര സമാപന സമ്മേളനത്തിന് അവിടെ ഇരുന്ന് മുദ്രാവാക്യം മുഴക്കി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ വിവരം അറിയുന്നത്. പിന്നെ ഞാൻ വേറെ എങ്ങും പോയില്ല, നേരെ ഇങ്ങോട്ട് വന്നു. അപ്പൊ എപ്പോഴായിരുന്നു സംഭവം? എന്തായിരുന്നു? അവൻ ഇന്ന് രാവിലെ വന്നിട്ട് എന്നോട് 25,000 രൂപ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ ഇല്ലെന്ന്. കടമായിട്ട് അവൻ ചോദിച്ചു. അളിയനാണല്ലോ, അളിയനാകുമ്പോ കൊടുക്കാം. കടമെന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ കിട്ടണല്ലോ. ഞാൻ എത്ര കാശ് ചോദിച്ചാണ് അതൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ എന്റെ പേരിൽ ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞു. ഇവൻ ആ വിഷമത്തിന് മാവേ കയറി തൂങ്ങി. കരയില്ല കരഞ്ഞു പറഞ്ഞ മോഹം പയറും വീർപ്പിക്കില്ല. ഇങ്ങോട്ട് വന്നേ, സിസ്റ്ററിയാ സംസാരിക്കും. വന്നു. അതിപ്പോ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ചെറിയ മാനസിക പിരിമുറുക്കമാണ് ഉണ്ടായത്. അളിയനെ വളരെ ദൈവമായിട്ട് കണ്ട് അളിയനോട് ചോദിച്ചാൽ കിട്ടുമെന്ന് കരുതി. ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു മനപ്രയാസം കൊണ്ട് അവനങ്ങ് തൂങ്ങി. പക്ഷെ അവൻ കാണിച്ചു പോക്കരുത്. ആ മാവിന്റെ കൊമ്പ് ഉണക്കക്കൊമ്പായിരുന്നെന്ന് അവനും നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം. അവരങ്ങനെ തൂങ്ങണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ മഹാഗണിയുടെ അപ്പുറത്തൊരു കൊമ്പുണ്ടല്ലോ. അതെ, ഒറ്റ ചില്ലിത്തെങ്കില്ലേ? പിന്നെ വെറൈറ്റി മരണം കാണിച്ചു. എന്നെ ബുദ്ധിമുട്ടിക്കണം. അഭ്യാസത്തിന്റെ നിങ്ങൾ മിണ്ടരുത്. നീ എന്താണ് ഡോക്ടർ എന്താണ് പറഞ്ഞത്? ബില്ലടക്കണം എന്ന് വന്നപ്പോ തുടങ്ങി പറഞ്ഞാണ്. ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് അടക്കാനാണ് ഇതൊക്കെ? എന്റെ ശാന്തയെ, അത് ഇങ്ങനെ വെച്ചാൽ കിട്ടാതിരുന്ന ഒരു രോഗിനെ കിട്ടിക്കഴിയുമ്പോൾ അവൾ എല്ലാ ടെസ്റ്റും അവർ ചെയ്യും. അപ്പൊ അതിന്റെ ഒരു പൈസ നമ്മൾ നോക്കി കൊടുത്തു നിന്നാൽ മാത്രമേ നടക്കുള്ളൂ.
ഏതായാലും ത്രിഗുണവും ഞാൻ ഈ വാർഡ് മെമ്പർ ആണല്ലോ, ഞാൻ വിളിച്ച് സംസാരിച്ചിട്ട് ഞാൻ എന്താന്ന് വെച്ചാൽ അത് കുറപ്പിച്ചു തരാം. അതൊന്നും കുറച്ച് തരാണല്ലോ. ഓപ്പറേഷൻ വേണ്ടി വരും എന്നാണ് അവര് പറയണത്. ഓപ്പറേഷൻ വേണമെന്നാ പറയണത്. ഞാൻ കണ്ടില്ല എന്റെ കുഞ്ഞിനെ, ഞാൻ കണ്ടില്ല. കരയല്ലേ, നമുക്കിരുന്ന് കരയാനുള്ളതല്ലേ, ഇപ്പോഴേ കരഞ്ഞു തീർക്കല്ലേ. അല്ല ബില്ല് കുറച്ചാണ്. ബില്ലെല്ലാം ഒക്കെ ആണല്ലേ, ഇവര് ബില്ല് ഇപ്പൊ നടക്കുന്ന ഭാര്യകളെല്ലാം ഭംഗിയായിട്ട് നടക്കൂലേ. ഇനിയിപ്പോ എന്താ പഠിക്കാനുള്ളത്? ഇത് അറിയേണ്ടതാ. അല്ല ജാഥ സമാപിച്ചില്ല അവിടെ. എങ്ങനെയായി പോണത്? മെമ്പറേ, സുനക്ക് എന്താ സംഭവിച്ചേ? സുനേത്രൻ എന്നാ സംഭവിച്ചെന്നു? സുനേത്രൻ ഞാനും പേടിച്ചു പോയി. സുനേത്രൻ മാവേ കയറി ഒന്ന് തൂങ്ങിയിടാ, ഉണക്കൊമ്പൊന്ന് താഴെ വീണിട്ട് ആകെ തകർന്ന് തരിപ്പണോടെ ഐസൂലിൽ കിടക്കുകയാണ്. എന്ത് പറയണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ്. സുനി ഒന്ന് കാണാൻ പറ്റുമോ? സുനേത്രത്തുണ്ട്, അതൊന്ന് കാണാൻ. അങ്ങനെ കയറി കാണാൻ പറ്റില്ല, തിയേറ്ററിലാണ്. നമ്മളവിടെ തന്നെ കുറെ തിയേറ്ററൊക്കെ ഉണ്ട്, ഞങ്ങൾ പോയി സിനിമ കാണുന്ന. പിന്നെ സിനിമ കാണുന്ന തിയേറ്ററല്ല, ഓപ്പറേഷൻ തിയേറ്ററാണ്. അതിനകത്തോട്ട് അങ്ങനെ അന്യർക്കൊന്നും പ്രവേശനമൊന്നുമില്ല. അന്യരോ? അവൻ എന്റെ കൂട്ടുകാരാണ്, എനിക്ക് അവനെ കാണാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാം. ആര് പറഞ്ഞു അന്യർക്ക് പ്രവേശനമുള്ളത്? ഈ കൂട്ടുകാരൊക്കെ അവൻ അന്യനാണ്. മെമ്പറെ ഇവന്മാർക്ക് ബോധമില്ല, മെമ്പർക്കെങ്കിലും ബോധമില്ല. ഇതെന്താ പറയണത്? അങ്ങനെ അവര് അകത്തോട്ട് കേട്ടില്ലെന്ന്. അല്ല ഇവനെ ആരാ ഈ ആശുപത്രി കൊണ്ടുവന്നാരാ? ഈ ആശുപത്രി ഇവനെ കൊണ്ടുവന്നാരാ? അത്യാവശ്യമായിട്ട് ഇങ്ങോട്ടല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇതല്ലേ നമ്മളുമായി ബന്ധപ്പെട്ട ഇവിടെയല്ലേ എനിക്കൊരു സ്വാധീനം ഉള്ളത്. ഇതിനൊക്കെ എത്ര നല്ല ആശുപത്രി വേറെ ഉണ്ടായിരുന്നു. എന്താ ഈ ആശുപത്രിക്ക് എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. നമ്മുടെ സെക്യൂരിറ്റി അവിടെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ സെക്യൂരിറ്റി അവിടെ നിൽക്കുന്ന ഗ്ലാസ് ഒക്കെ വെച്ചിട്ടൊരു സംഭവം ഉണ്ടല്ലോ. ഞാൻ ഇങ്ങോട്ട് കയറി തല ഒറ്റ ഇടി ഗ്ലാസ്സിലിട്ട്. എനിക്ക് എന്റെ ശരീരം അറിയാലോ, സ്വഭാവം അറിയാലോ. ഞാൻ അവിടെ കമ്പെടുത്ത് ഒറ്റ അടി ചില്ലെല്ലാം പൊട്ടിച്ച് ഒരു 20,000 രൂപ കൊടുത്തേക്കാം. മെമ്പർ ഇതെന്താണ് ഈ പറയണത്? ചില്ലടിച്ചു പൊട്ടിച്ചതിന് കാശ് ഞാൻ കൊടുക്കണമെന്ന് പറഞ്ഞു. ചില്ല നീ മനഃപൂർവ്വം അടിച്ചു പൊട്ടിച്ച. അപ്പൊ എന്റെ ദേഹം ഞാൻ അടിച്ചു പൊട്ടിക്കും. അതെ, അറിയാലോ. അവിടെ സംസാരിക്കാവുന്ന ദിവസമേ ഉള്ളൂ. അത് പറ, പൈസ ഒന്നും നടക്കാൻ പറ്റില്ലെന്ന് പറ. അല്ലാതെ ഇപ്പൊ കയ്യബദ്ധം വന്ന് പോയിട്ട് പോയല്ലേ. അത് കാര്യം പറ. ത്രിഗുണപാലന നമ്മുടെ വേണ്ടപ്പെട്ട പിള്ളേരെ അവര് രണ്ടുപേരും ഇങ്ങോട്ട് കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ആ ചില്ല് കണ്ടില്ല, ചില്ല് നെറ്റിയിൽ ഇടിച്ചിട്ട് ആ ചില്ല് അങ്ങോട്ട് വട്ടം പൊട്ടി തവിടുകൂടി ആയിപ്പോയി. അപ്പൊ അതൊന്ന് സെക്യൂരിറ്റി ആയിട്ട് പറഞ്ഞു ഇവരോട് 20,000 രൂപ വേണോ. ഇവിടെ ഒന്നാമത്തെ കാര്യം ആകെ ഒരു അളിയനൊരു പെങ്ങളും ഉള്ളൂ, ബില്ല് തന്നെ അടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടി നിൽക്കുന്നതാണ്. അപ്പൊ അതൊന്ന് അങ്ങോട്ട് കേക്ക്. അതെ അതെ ശരി ശരി ഓക്കെ ഒഴിവാക്കി, കാശ് കൊടുക്കണ്ട. അത് റെഡിയാക്കിയിട്ടുണ്ട്. അത് മതി. 18 രൂപ കൊടുത്താൽ മതി. 2 രൂപ മാറ്റിയിട്ടേക്ക്. 2 രൂപ നമുക്ക് സംഭാവന വേണ്ടിയിട്ട്. 18,000 രൂപ ഞാൻ കൊടുക്കും. 20 പറഞ്ഞ സ്ഥലത്ത് 18 ആക്കിയില്ലേ? ഡോക്ടറെ കരയല്ലേ. ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിക്കലൊക്കെ നിന്ന് ബഹളം ഉണ്ടാക്കരുതേ പ്ലീസ്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് പറഞ്ഞേ. സത്യത്തിൽ ഇത് ഞങ്ങളുടെ ഡോക്ടർമാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഡോക്ടർമാരുടെ ഭാഷ എനിക്കറിയില്ല. അമ്മമാർക്കറിയാം. ഞാൻ ഡോക്ടർമാരുടെ ഭാഷ അറിയാവുന്ന ആരെങ്കിലും. ഹലോ, എന്താ സംഭവം? ഡോക്ടർമാരുടെ ഭാഷ അറിയാവുന്ന നമ്മുടെ വാർഡിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ. അല്ല, ഞാനതൊരു ആലങ്കാരികമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഡോക്ടർമാർ പറയുന്ന ഒരു സംഭവം അങ്ങനെ പറഞ്ഞു പോയതേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞതാണ്. എന്താണ് നമുക്ക് സുനേത്രൻ? ശരിക്കും ഞങ്ങളുടെ ഡോക്ടർമാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. പെങ്ങളെ ഞാനൊന്ന് പറയട്ടെ പ്ലീസ്. നിങ്ങളുടെ സുനേത്രന്റെ മുട്ടുചിരട്ട ഒരു 16 പീസായിട്ട് പൊട്ടി തകർന്നിരിക്കണം. അതിനകത്ത് ലിഗമെന്റ് അത് കാണാനില്ല. അത് കണ്ടുപിടിക്കണം. ഭയങ്കരമായ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. ഡോക്ടറെ ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം പറയാം. പറയൂ, എന്താണ്? വീടിന് നാടിനും ഗുണമില്ലാത്തൊരുത്തരാണ്. അധികം പൈസ ചെലവാകും. ഞങ്ങളുടെ വിട്ടുകൾ തരാം. അവന്റെ കാല് നമുക്ക് വേണേ മുറിച്ച് കളയാം. കാശ് ചെലവാകും. ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അതാണ് പ്രശ്നം. അല്ല, നമ്മ എന്ത് വില കൊടുത്തും അവന്റെ കാല് നമ്മൾ രക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെ എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം? എത്ര രൂപ വേണേലും ഞങ്ങൾ ചെലവാക്കിക്കോളാം. നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും? എത്ര രൂപ അത് ചെയ്യാൻ പറ്റും? അല്ല, ഞാൻ നോക്കിയപ്പോഴത്തെ ഒരു 75,000 രൂപ വേണ്ടി വരും ഈ ഓപ്പറേഷൻ. ആണല്ലേ? അതെ, അത് ഭംഗിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ സക്സസ് അല്ലേ കാര്യം? ഉറപ്പായിട്ടും. ഞാൻ ഡോക്ടറോട് സംസാരിച്ച് ഭീമമായ ഒരു തുകയാണ് പറയണത്. പക്ഷെ അത് ഡോക്ടർ തന്നെ ചെയ്യാം, ഈ ഹോസ്പിറ്റൽ തന്നെ ചെയ്യാം. പിന്നെ ത്രിഗുണപാലം പറഞ്ഞതുകൊണ്ട് 1 അവസാനിപ്പിക്കാന്നാണ് പറഞ്ഞത്. 1 രൂപ, 1 ലക്ഷം രൂപ. എത്ര വേണേലും നമുക്ക് ചെലവാക്കല്ലോ കേട്ടോ. അല്ല, നിങ്ങൾ ആലോചിച്ചോ, എനിക്ക് ഓപ്പറേഷൻ ഉടനെ ചെയ്യേണ്ടി വരും, കാരണം ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ഞാൻ പറഞ്ഞത് ചെയ്യാം. ഓക്കെ ആക്കില്ലേ? നമുക്ക് ചെയ്യാം. ഞാൻ ഒന്നും കൂടി വേണമെങ്കിൽ സംസാരിച്ച് നോക്കാം. ഒരു 5 രൂപ കുറയില്ല ഡോക്ടറെ? മതി. 5 രൂപ കുറയും. 5 രൂപ കുറയ്ക്കാം. 5 രൂപ കുറയ്ക്കാം. 95 അങ്ങോട്ട് ഉറപ്പിക്കാം. 95 ആവുമ്പോ 5 രൂപ കുറച്ചല്ലോ. അപ്പൊ പിന്നെ ആ പ്രശ്നം വേണ്ടല്ലോ. ഇതേ സിനിമ തിയേറ്റർ അല്ല, ഇത് ഓപ്പറേഷൻ തിയേറ്റർ. അത് ഓർമ്മ വേണം. ഞങ്ങൾ ഓരോ തിയേറ്ററൊക്കെ കണ്ടിട്ടുള്ള ചേച്ചിയെ. ചുമ്മാ ആവശ്യമില്ല. ഓപ്പറേഷൻ തിയേറ്റർ വളരെ അത്യാവശ്യമായിട്ട് ഈ ബില്ല് ഞാൻ പറഞ്ഞ 95,000 രൂപ ബില്ല് വളരെ അത്യാവശ്യമായിട്ട് അടയ്ക്കണം. ഇത് പിടിച്ച് എങ്കിൽ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാം. നിങ്ങളുടെ അളിയനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വിചാരമുണ്ടോ? എത്രയും പെട്ടെന്ന് ബില്ലടച്ചേ. ബില്ലൊന്നും അടയ്ക്കല്ലേ? ബില്ലൊന്നും അടയ്ക്കല്ലേ? പെങ്ങൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് പറയാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. നീ കാര്യം പറടാ. സംഭവം അറിയോ,
ഞാൻ അകത്ത് കയറി ചെന്നപ്പോഴേ സുനേത്രൻ ഉടുതുണി പോലും ഇല്ലാതെ കിടക്കും, മലത്തിൽ കിടത്തേക്കുന്നതാണ്. ഓപ്പറേഷൻ തിയേറ്ററിനകത്താണ് കിടക്കുന്നത്. അവിടെ ഞങ്ങൾ അങ്ങനെയാണ് കിടത്താറുള്ളത്. ഞാൻ പറയണത് ഈ ഓപ്പറേഷൻ നമ്മൾ എത്ര പൈസ മുടക്കുന്നുണ്ടല്ലോ. ഉണ്ട്. ഒരു 30 രൂപ കൊടുത്തൊരു തോർത്തെങ്കിലും കിട്ടൂലേ? ഞാൻ ചോദിക്കണം, അതെങ്കിലും ഒന്ന് പുതച്ച് നമുക്കൊരു മാനം രക്ഷിച്ചൂടെ? ഞങ്ങൾ അത് ചെയ്യും, പിന്നീട് ചെയ്യും. മതി. പെട്ടെന്ന് ബില്ലടയ്ക്കാൻ നോക്ക്. എങ്കിൽ ഞാൻ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാം കേട്ടോ. നീ പോയി ബില്ലടച്ചേ. അവള് പോയിട്ടുണ്ട് ബില്ലടച്ച അവര് വരുമ്പോ ഓപ്പറേഷൻ വേണ്ടി വരും എന്നാണ് പറഞ്ഞത്. ഇതിപ്പോ ഞാൻ സ്ഥലത്തുണ്ടായത് കൊണ്ട് കൊള്ളാം, ഇല്ലെങ്കിൽ ഉണ്ടല്ല ഈ അവസ്ഥ സംഭവം മാറി കണ്ടക്ട് ചെയ്യേണ്ട കേസ്. ബില്ല് എത്രയാ പറഞ്ഞത്? 95 ഓപ്പറേഷന്. അയ്യോ, 110 അടയ്ക്കാൻ പറഞ്ഞേക്കുന്നത്. അതെങ്ങനെയാണ് മെമ്പറെ? നമ്മൾ 95 ഫിക്സ് ചെയ്തതല്ലേ? അല്ല, നമ്മളിപ്പോ 95 ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യമുള്ള കൊറോണ ടെസ്റ്റും കാര്യങ്ങളെല്ലാം കൂടി വരുന്നുണ്ടല്ലോ, ആംബുലൻസും എല്ലാം കൂടി നമ്മൾ അതിനകത്ത് വരുന്നില്ലേ? അപ്പൊ 110 അടക്കണം. 10 വരുന്നു. എന്തൊരു കഷ്ടമാണ്. എടാ, പിന്നെ നിങ്ങൾ ഇത് പൊട്ടിച്ചതിന് എത്ര കാശാടാ? ക്ലാസ് പൊട്ടിച്ചനല്ലേ? അത് ഇതുവരെ ആരും മെമ്പർ പിന്നെ പറഞ്ഞ് 18 ആക്കിയില്ലേ? 20 പറഞ്ഞ് 18 ആക്കി. അപ്പൊ ഇത് കൂടാതെ ഞാൻ 18 വേറെ അവിടെ കൊടുക്കും. നിന്റെ ആങ്ങളെ ഇത്ര കാശന്റെ പോണത്. ഇതിനെല്ല കാരണക്കാരൻ നിങ്ങൾ ഒറ്റ എടുത്തനാ. ഞാനെന്ത് ചെയ്തടി? അവൻ ചോദിച്ച 25,000 രൂപ കൊടുത്തായിരുന്നെങ്കിൽ ഇത്രയും പൈസ നിങ്ങൾക്ക് മുടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എന്തിനീ പെന്നെ അടിച്ചേ? ഇത് നിനക്കല്ലടി, അവൻ ഇറങ്ങി വരുമ്പോ അവനുള്ള അടിയാണ്. ഇനി താര വിളയാട്ടമാണ്. നമുക്ക് വെൽക്കം ചെയ്യാം അനാജ് ഓൺ ദ സ്റ്റേജ്. ഹായ് അനാജ്. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. എവിടെ നിന്ന് വരുന്നു? ഞാൻ കണ്ണൂരിന്ന്. കണ്ണൂരിന്നാണ്. എത്ര വയസ്സുണ്ട്? 18. അയ്യടാ, കൊച്ചുകുട്ടിയാണല്ലേ. അതാണ് ആ ഒരു നിഷ്കളങ്കതയുണ്ട് കുട്ടിയുടെ മുഖത്ത്. ഇക്ക ഇല്ലേ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? എന്താണ് മോൻ ചെയ്യാൻ പോണ? എന്താ സംഭവം? മരപ്പൊടിയിൽ കാലുകൊണ്ട് ചിത്രം വരും. മരപ്പൊടി? ഓ, മരപ്പൊടിയിൽ കാലുകൊണ്ട് ചിത്രം വരയ്ക്കോ? ചിത്രം വരയുടെ ഉസ്താദായിരിക്കുന്ന അറിയാലോ അല്ലേ? ഒരുപാട് കണ്ടിട്ടുണ്ട്. അതെ, ഒരുപാട് ഇൻസ്പിറേഷൻ ആണ് ശരിക്കും. മരപ്പൊടിയിലൊക്കെ ഞാൻ ചെയ്യാം. ഈ നമ്മള് സാൻഡ് ആർട്ട് പോലെ അങ്ങനെയാണോ? അതെ, അതേപോലെ തന്നെ. കൈ കൊണ്ട് വരയ്ക്കുവോ? ആ, വരയ്ക്കലുണ്ട്. പിന്നെ കാലുകൊണ്ട് വരക്കാമെങ്കിലാണ്. അല്ല, ഞാനൊന്ന് എന്റെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തേ ഉള്ളൂ. കാലുകൊണ്ട് ചോറ് തിന്നു എന്ന് പറയണ ആളുടെ അടുത്ത് ചോദിക്കാണ്, കാലുകൊണ്ട് ചോറ് തിന്നു, അപ്പൊ കൈ കൊണ്ട് ചോറ് തിന്നു. അല്ല, നമ്മളീ കൈ കൊണ്ട് ചോറുന്ന ഒരു കാലുകൊണ്ട് ചോറ്. അപ്പൊ ഇത് ഇതെന്തായാലും എന്റെ കയ്യിൽ പോയി. നമുക്ക് ആ പെർഫോമൻസ് ഒന്ന് കാണാൻ വര കണ്ടിട്ട് ബാക്കി ഞാൻ മേടിക്കാൻ വരാം. റെഡി അല്ലേ? ഓക്കെ, റെഡി.
ഇത് പൊളിച്ചേട്ടാ. ഇത് എന്താ വിളിക്കാം അല്ലേ? വിളിച്ച് ഞാൻ പറയുന്നില്ല ഒന്നും, അവര് വന്ന് കാണട്ടെ പ്ലീസ്. നാദിക, നസീർക്ക, റിമി പ്ലീസ്. ആരാ നാദിക? മച്ചാനെ തപ്പടിക്കണ തകിലടി. അല്ലടാ, എനിക്ക് മനസ്സിലായി. അല്ല, ഞാൻ ഇവിടെ നിന്നപ്പോ എന്റെ അടുത്ത് അവിടെ നിന്ന് ഗോപി അവിടെ നിന്ന് കാണിച്ച് എന്റെ അടുത്ത് ഇങ്ങനെ കാണിച്ച് ലാലേട്ടനാണെന്ന് അത് ഞാനേ ആദ്യം ഞാൻ വിചാരിച്ചു ഇത് ലാലേട്ടൻ. പിന്നെ ലാസ്റ്റ് ഒക്കെ ആയപ്പോ ഞാൻ വിചാരിച്ചു അല്ല നാദികയാണ്. കാലക്കട മുത്തേ കലക്കി ഗംഭീരം. ഇതൊക്കെ ഒരു ഒരു മണ്ണും കൊണ്ട് ഞാൻ ശരിയാവത്തില്ല. അല്ല ആക്ച്വലി ഇവിടെ നിന്ന് തുടങ്ങിയപ്പോഴേ എനിക്ക് ഇവിടെ എത്തുന്നത് വരെ എനിക്കാണല്ലോ കാണുന്നത്. ഇവിടെ കാലുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ കാലവാരി കുത്തുന്നു. കാലുവാരി ഞാൻ മോനെ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്? അല്ലല്ല, ഞാൻ ഇപ്പൊ കഴിഞ്ഞ ലോക്ക്ഡൌണിലാണ് ഇങ്ങനെ തുടങ്ങിയത് വെറൈറ്റി. പക്ഷെ ഇപ്പൊ ഫ്ലക്സ് വെച്ചിട്ടാണ് വരച്ചത്. നാദികേനെ ആദ്യമായിട്ടാണോ ചെയ്യണേ? എന്നെ ആദ്യമായിട്ട് ഒരാൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ പൊടി കൊണ്ട്. അല്ല ശരിക്കും നീ പിണ്ണാക്കൊണ്ടാണ് ചെയ്യേണ്ടത്. അത് വേണം റിമയുടെ തലന്നെടുക്കാം. അയ്യോ അല്ലല്ല, എന്റെ ശിവ കളിമണ്ണ് കേട്ടോ, അത് മതി. പുറത്തുനിന്ന് ഒരാൾ ആദ്യമേ കണ്ട് നിന്റെ കഴിവിനെ പറ്റി പുകഴ്ത്തി പറയണമെങ്കിൽ എടാ കാല, എന്റെ കാല, എടാ കാലല്ല എന്റെ കാല. പക്ഷെ ശരിക്കും റിമി അനജിന്റെ ഒരുപാട് ഇതുപോലത്തെ പിക്ചേഴ്സ് ഇന്റർനാഷണലി ഫേമസ് ആയിട്ടുണ്ട്. ഇന്റർനാഷണലി. അതെ അതെ. ഇപ്പൊ റൊണാൾഡീനോ സാറിനെ വെച്ചപ്പോ റൊണാൾഡീനോ സാറ് നേരിട്ട് കാണുന്ന വീഡിയോ എടുത്തിട്ട് ഫുട്ബോൾ. അത് കാലുകൊണ്ടാണ് വരച്ചത്. ഇന്റർനാഷണൽ ലെവലാ ഫുട്ബോൾ. ഇപ്പൊ വരച്ചിട്ട് 2 റെക്കോർഡ് കിട്ടിയായിരുന്നു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ്. അങ്ങനെയുള്ള ഒരാളാണ് എന്നെ വരച്ചേക്കണത്, മനസ്സിലാക്കണോട്ടോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് ആകെയുള്ള ഒറ്റ സങ്കടമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല, ഇത് എനിക്ക് ഇതെനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് അതിന്റെ സങ്കടം മാത്രം. അല്ല, ഇതിന്റെ ഒരു ഫോട്ടോ എടുത്തോ? അല്ല, ഞാൻ ഇപ്പൊ എന്തായാലും വീട്ടിൽ നിന്ന് എന്തായാലും പുതിയ ചെയ്യുന്നുണ്ട് അതൊക്കെ വേണ്ടിട്ട്. എന്താണ് ഈ നാദികയോട് ഇങ്ങനെ ഇത്രയും ഒരു അതൊക്കെ ഒരു കലാകാരനും മറ്റൊരു കലാകാരനും തിരിച്ചറിയാൻ പറ്റും. നീ അതിനെ പറ്റി വേണ്ടിട്ട് അത് അറിയണം ആദ്യം. അതെ, ഇതെങ്ങനെയാണ് ആദ്യമേ നമ്മളൊരു സ്കെച്ച് ഇതിന്റെ നോക്കുവോ അല്ലെ ചുമ്മാ ചോദിക്കാനും ചോദിച്ചാ? ഇല്ലില്ല, ഇപ്പൊ ആദ്യം ഇങ്ങനെ വെച്ച് വരച്ചു നോക്കും. പെൻസിൽ കൊണ്ട് കുറെ വരക്കും. വരച്ച് ബ്ലാക്കും ഇത് വെച്ചിട്ട് തിരിക്കും അല്ലേ? ഓക്കെ, കറക്റ്റ് അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊടി സോറി, നിങ്ങൾ കുറച്ച് മാറിക്കും, ഞങ്ങൾ കുറച്ച് വരക്കാര് തമ്മിൽ സംസാരിക്കുമ്പോ കരക്കാരുടെ ആവശ്യമില്ല. ബുദ്ധിമുട്ടിരിക്കുന്നു. മനസ്സിലായി? ഒരു രക്ഷല അനജ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയൊക്കെ ചെയ്ത അനജിന് ഞങ്ങളുടെ സൈഡിൽ ഒരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഷർട്ടാണ് അത്. നാദിക തന്നെ തരും. ഓരോരുത്തരുടെ കഴിവ്. ഇതെങ്ങനെയാ മോനെ? ഒറ്റ ചോദ്യം കൂടെ, എപ്പോഴാണ് ഈ കാലിൽ ഇങ്ങനെ ചിത്രം വരയ്ക്കാമെന്നുള്ള ഒരു കണ്ടുപിടിച്ച് ചുമ്മാ നിൽക്കുമ്പോഴൊക്കെ ഇങ്ങനെ വരച്ചോണ്ടിരിക്കുക? എങ്ങനെയായിരുന്നു അത് ഫസ്റ്റ്? വീട്ടിലിരുന്നപ്പോ വെറുതെ ഇങ്ങനെ ഒരു മനസ്സിൽ തോന്നിയതാ ഇങ്ങനെ എന്തെങ്കിലും. വീട്ടിൽ എങ്ങനെ കിട്ടി ഇങ്ങനെ വരയ്ക്കാൻ? ഇങ്ങനെ ഒരു മണ്ണിൽ പോയി വരച്ചോ? പെൺകുട്ടിയോട് ചോദിച്ചു ഇഷ്ടമാണോ എന്ന്. അപ്പൊ അവളെ ഒന്നും പറയാണ്ട് കാലുകൊണ്ട് ഇങ്ങനെ നിലത്ത് കളം വരച്ചു. അപ്പൊ അങ്ങനെയായിരുന്നോ? അല്ലല്ല, ഞാൻ ശരിക്കും ആദ്യം ജയേട്ടനായിരുന്നു വരച്ചത്. ജയസൂര്യ സാറെ കൈകൊണ്ടായിരുന്നു വരച്ചത് വീട്ടിനടുത്തുള്ള പറമ്പില്. അപ്പൊ പിന്നെ വിചാരിച്ചൊരു വെറൈറ്റി, അതിലും വെറൈറ്റി ആവട്ടെ വെച്ചിട്ട് വരച്ചതാ മരപ്പൊടി. മുത്താണ് മുത്ത്. ഞാനും വരയ്ക്കും. മറ്റേ കടല് കിട്ടണം. എന്താ കടലമ്മ കള്ളി ഞാൻ എഴുതി വെക്കാറുണ്ട്. മനസ്സിലായി. ഈ മരപ്പൊടി ഇത് കഴിഞ്ഞ ആവശ്യമുണ്ടോ? അതെങ്കിലും കറക്റ്റ് ആയിട്ട് എഴുതണം. എന്നിട്ട് എഴുതിയപ്പോ കടലമാവ് കള്ളിന്ന് എഴുതി. ഇത് ഇവിടെ ഒന്നും തീരില്ല. നമ്മളിതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. നിങ്ങളൊരു ഷോർട്ട് ബ്രേക്ക് എടുത്തോളൂ.
Welcome back to Comedy Masters. In skit time ആണ് Comedy Brothers on the stage. എന്റെ ഈശ്വര, ഈ വീട്ടിൽ കിടന്ന് പണിയെടുത്ത് ചാകാനാണല്ലോ എന്റെ വിധി. വീട്ടിലെ പണി ചെയ്യണം, പിള്ളേരെ നോക്കണം, അതിനിടയ്ക്ക് ഈ കെട്ട കിളവിയുടെ മുറുക്കാൻ തുപ്പലും കൂടെ തൂക്കണമല്ലോ. എന്റെ ദൈവമേ, എനിക്ക് മടുത്തി ജീവിതം. എന്നതാടി ഇത്? ഇറച്ചിക്കാരുടെ മുമ്പത്തോട്ട് വന്ന് നിൽക്കുന്നല്ലോ. ഇത് എന്നതാടി ഇത്? ആ കെട്ട കിളവി മുറുക്കി തുപ്പണ മുറ്റം മുഴുവൻ വൃത്തികേടായിട്ട് കാല് കുത്താൻ വയ്യാതായി. കിഴവിയെ കൊണ്ട് ഒരു സമാധാനമൊന്നും പറയുന്നില്ല. എവിടെങ്കിലും കൊണ്ട് ഒന്ന് കളയാവോ ഇതിനെ? എടി, ഇത് കളയാവോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ഇവനെ ഇവിടെ നിന്ന് വലിച്ചോണ്ട് പോകാൻ പറഞ്ഞിട്ട് എന്റെ അനിയനെ ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നോ? പിന്നെ അവനെ വിളിച്ചിട്ട് ഇവനെ കിട്ടുന്നുണ്ടോ? സ്വിച്ച് ഓഫ് അല്ലേ? പിന്നെ അങ്ങനെ കൊണ്ട് കളയാനായിരുന്നു. എങ്ങനെ കൊണ്ട് കളയാനാണെന്നോ? കണ്ണ് കെട്ടിക്കൊണ്ട് വല്ല കാട്ടിലും കള. എടി, ഇത് പൂച്ചയുടെ ജന്മമാണ് ഇവർക്ക്, പൂച്ചയുടെ. കഴിഞ്ഞ ദിവസം ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ് തൃശ്ശൂർ സ്റ്റാൻഡിൽ ഇറക്കി വിട്ടേച്ച് ഞാൻ ഇങ്ങനെ പോന്നായിരുന്നു രാത്രിയിൽ. ഞാൻ ഇവിടുന്ന് പത്രം വായിച്ചപ്പോഴേ വെളുപ്പിന് മീൻ വണ്ടിക്ക് കയറി വന്നേക്കുന്നത് ഈ നാശം പിടിച്ച തള്ള. വലിച്ചു കീറി അങ്ങ് ഒട്ടിച്ചാലോ നാലോചിച്ചു. ശത്രുക്കൾക്ക് പോലും ഇതുപോലത്തെ ഗതി വരുത്തരുന്നേ പറയുള്ളൂ. പ്രശ്നം എടാ, ഇവിടെ ഒരു മുതുക്ക് സാധനമുണ്ട്, മുതുക്ക് സാധനം, ആർക്കും വേണ്ടാത്തത്. അപ്പൊ നാട്ടുകാർക്ക് മൊത്തം അറിയാലോ. ഇവര് കാരണം ഈ വീട്ടിൽ എന്തോ നാശം ഉണ്ടാക്കി വെക്കുന്നത് അറിയാവോ? സന്തോഷേ, ഈ കഴിഞ്ഞ ആഴ്ച രൂപ 8000 കയ്യിൽ നിന്ന് മാറി നിൽക്കുന്നത് അറിയാവോ? എടാ, ഞാൻ കഴിഞ്ഞ ദിവസം പണി കഴിഞ്ഞ് അകത്തോട്ട് കയറി വന്നപ്പോ എന്റെ ഇളയ കൊച്ചിന്റെ തല മുഴുവൻ പൊട്ടി രക്തം ഒലിച്ച് കിടക്കുക കൊച്ച്. പിന്നെ അല്ലാണ്ട് പിന്നെ പച്ചപ്പാതിരാത്രി അവന്റെ ഓട്ടോറിക്ഷ വിളിച്ചോണ്ട് ആശുപത്രിയിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ പറയുക, ആ ഡോക്ടർമാര് തറങ്ങും പറങ്ങും നോക്കിയിട്ട് മുറിവുമില്ല, പൊട്ടലുമില്ല. കയ്യിലിരുന്ന പൈസ കൊടുത്ത് 8000 രൂപ സ്കാനിങ് കഴിഞ്ഞ് ഇറക്കിയേച്ച് ഒരു കമ്പൗണ്ടർ ഇനം തള്ളിക്കൊണ്ട് പോകുന്ന വഴിക്ക് മണത്ത് നോക്കിയപ്പോഴറിയുന്ന ഈ തള്ള മുറുക്കാനെല്ലാം കൂടെ തുപ്പി എന്റെ കൊച്ചിന്റെ തലയിലിട്ടെന്ന്. കൊച്ചിന്റെ തല കഴുകാര മുറുക്കി തുപ്പി വെച്ചേക്ക് നീ കേരട്ട് കിളവി. നിങ്ങൾക്ക് ഇത് വേണം. ഇപ്പൊ എന്റെ കുടുംബത്തിൽ കയറി കിളവി കാണിച്ച കാര്യം അറിയാമോ? നിന്റെ കുടുംബത്തിലോ? ചേച്ചി ഒന്നാത്തേക്ക് പോയി. നീ വർത്താനം പറയുന്നതിന് ഞാൻ ഇതിനകത്ത് പോകുന്നത്. ആണുങ്ങളോട് പറയാനുള്ള അവളോട് പറയാം. ഞാനങ്ങ് അങ്ങ് പോ. ഞാൻ നിനക്ക് എന്റെ സ്വഭാവം അറിയാലോ. രാവിലെ ഞാൻ വർക്ക്ഷോപ്പിൽ പോകും, പിന്നെ വൈകിട്ട് എന്റെ ഭാര്യയിലൂടെ. രാവിലെ വർക്ക്ഷോപ്പിൽ പോകും, വൈകിട്ട് എന്റെ ഭാര്യയിലൂടെ. പിന്നെ ഈ കളവി എന്ന് പറഞ്ഞിരിക്കുന്നു ഞാനും മോഹനവല്ലിയും തമ്മിൽ അവിഹിതം ഉണ്ടെന്ന്. സത്യമായിട്ടുള്ള കാര്യമല്ലേ? ഒന്നും പറഞ്ഞോണ്ട് അങ്ങനെയൊക്കെ ചെന്ന് ഓപ്പൺ ആയിട്ട് പറയാൻ പോണി. എന്റെ ദൈവമേ, ഏത് നേരത്താണോ ഇതിനെ വലിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്? ഇതൊക്കെ കിളവിയുടെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആയിട്ടാ. എന്നാ സ്പോർട്സ്മാൻ സ്പിരിറ്റ്? വായിച്ചു നോക്കിയാ. ഇതെന്നത്? നീ വായിച്ചു നോക്ക്. ഒരു മനുഷ്യന്റെ സമാധാനം തരാത്ത തള്ള. കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ കുടുംബത്തിന് സർക്കാർ 50,000 രൂപ ധനസഹായം നൽകുന്നു. നീ നിന്റെ കാര്യം നോക്കി വേറെ വല്ല കാര്യം ഉണ്ടെ പോടാവി. അതിന് ഇവിടെ ആർക്കാ കോവിഡ് ഇരിക്കുന്ന 50,000 രൂപ മേടിക്കാൻ? ഈ വാർത്ത കറക്റ്റ് ആയിട്ട് വായിച്ചില്ലേ? വായിച്ചു. എന്റെ അമ്മൂമ്മയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായി? 98 വയസ്സായി. ഒരു കാര്യമില്ലാതെ 98 വയസ്സ്. എന്തായാലും സ്വിച്ച് ഓഫ് ആവാതിരിക്കണ മൊബൈല്. അത്യാവശ്യം വൈറസും ഉണ്ട്. പുള്ളിന്റെ അടുത്ത് വെള്ളത്തിൽ ഇട്ടല്ല 50,000 രൂപ നിനക്ക് കിട്ടുമോ? എടാ, അത് ന്യായമായിട്ടുള്ള കാര്യമാണ്. കമ്മീഷൻ തരണം. എനിക്ക് കമ്മീഷൻ തരാം. അതൊരു കാര്യം ചെയ്യും. എനിക്ക് ഇവിടെ ജീവിക്കാനായിട്ട് കൊച്ചിന് കൊടുക്കാൻ വേണ്ടി 2 വർഷം നീ വറുത്ത് ഞാൻ ഉറിയുടെ മണ്ടയ്ക്ക് വെച്ചത് ഈ തള്ള എടുക്കാതിരിക്കാൻ തോട്ടയ്ക്ക് കുത്തിയെടുത്ത് താഴെ ഇട്ട് കൊത്തിയെടുത്താ. ഈ കൊത്തിയെടുക്കാൻ എന്താ പൊന്മാനാടാ കളവി? എന്റെ ദൈവം തമ്പുരാനെ. എന്താ ഒരു സമാധാനം എന്ന് പറയുന്നത്? ഒരു സമാധാനം നാട്ടുകാർ കേട്ടോ എന്നാ പറയും? എന്റെ മുത്തശ്ശി അങ്ങ് എഴുന്നേറ്റെ. എന്റെ മുത്തശ്ശി എഴുന്നേക്ക്. മുത്തശ്ശി അകത്തോട്ടിയല്ലേ കേട്ടോ. നീ മീൻ തിന്നാല് അമ്മച്ചി അകത്തോട്ട് ചെല്ല. അമ്മ അങ്ങ് ചെല്ലേ. എന്റെ മുത്തശ്ശി അകത്തോട്ട് കയറി ചെല്ലേ. ഇന്നൊരു തീരുമാനം എടുക്കണം. ഒന്നെങ്കിൽ ഇവര്, അല്ലെങ്കിൽ ഞാൻ. ഇതിലേത് ഇവിടെ ജീവിക്കണമെന്ന് നിങ്ങൾ തന്നെ പറ. ഒന്ന് ഇറങ്ങി പോകാമോ ഈ വീട്ടിൽ നിന്ന്? എന്റെ അമ്മച്ചിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നടക്കാൻ മേലെ, ഇച്ചിരി ആഹാരം എടുത്ത് കഴിക്കാൻ മേലെ. അവരെന്നെ തെറ്റാ ചെയ്തത്. എന്തുവാ നിങ്ങളിപ്പോ അവരെ വിളിച്ചത്? മുത്തശ്ശി. സന്തോഷേ, ഇത്ര നാള് ഇങ്ങേര് കെട്ട കേരട്ട് കിളവിയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വിളിക്കുന്ന കേട്ടില്ലേ? മുത്തശ്ശി.
മുത്തശ്ശിന്ന്. ഇതൊന്ന് വായിച്ചു നോക്കിയ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. പഠിച്ചോ. അപ്പൊ ഇതേപോലെ ആയിരിക്കണം. അതാണ് ഇവളോട് പറഞ്ഞ ഓണത്തിനിടയ്ക്ക് പൂട്ട് കച്ചവടം. ഇവിടെ ആർക്കും കൊറോണയൊന്നും ഇല്ല. പറഞ്ഞു അങ്ങോട്ട്. എന്നോട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞില്ല. ഇനി എന്റെ അടുക്ക കൊഞ്ചാൻ വരണ്ട. ഞാൻ പറയുന്ന ഒന്ന് കേക്കട്ടെ. ഇങ്ങോട്ട് വന്നേ. നമ്മുടെ തീരാ ശാപം എന്ന് പറയുന്നത് എന്താണ്? ഈ മുത്തശ്ശിയാണോ? ആണ്. ഇവരെ ഒഴിവാക്കുക എന്നുള്ളതാണോ നമ്മുടെ ഏറ്റവും വലിയൊരു കടമ? ഈ സമയത്ത് ഇവർക്ക് കോവിഡ് വന്നാൽ ഈ പെട്ടുന്ന 50,000 രൂപ ആർക്ക് കിട്ടും? നമുക്ക് കിട്ടും. അതാണ്. സന്തോഷിക്കാൻ വരട്ടെ. പ്രതിപക്ഷം പറഞ്ഞിരിക്കുന്നത് 5 ലക്ഷം വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ്. എന്തുവാടി? എന്നാലും എനിക്ക് ഓർക്കുമ്പോ സഹിക്കാൻ പറ്റുന്നില്ലേ. നീ എന്തിനാ സഹിക്കാതിരിക്കുന്നേ? എടി മക്കള് അതിന്റെ മക്കള് ഊട്ടാവുന്നതിന്റെ മാക്സിമം ഊറ്റി പോട്ടടി അങ്ങോട്ട്. അയ്യോ അതല്ല, പിന്നെ ഇപ്പൊ ഈ സമയത്ത് ആ മുത്തശ്ശനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ രൂപ 10 ലക്ഷം കിട്ടത്തില്ലായിരുന്നു. കണക്കിന് ഉറങ്ങി കിടക്കുമ്പോ എന്നെ കൊന്നിട്ട് അതിന്റെയും കൂടെ വിഹിതം തട്ടുമല്ലോടി നീ. കറക്റ്റ് പ്ലാനിങ് ആയിരിക്കണം. ചുമ്മാ ഇവിടെ കിടന്ന് അലച്ചു കഴിഞ്ഞാൽ ഈ തള്ള അറിഞ്ഞാൽ ഇല്ലാത്ത വിഷയം ഉണ്ടാവും. മിണ്ടരുത്. പ്ലാനിങ് പക്കയായിരിക്കണം. കളവിയിലെ ബുദ്ധി അറിയാലോ. അറിഞ്ഞു കഴിഞ്ഞാൽ ഭിത്തിയും തുളച്ചു ഓടും. അതാ. അതുകൊണ്ട് നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോ ഒരു കാര്യം, ഞാൻ മുത്തശ്ശിക്ക് ഒരു കോഡ് വാക്ക് കൊടുക്കും. ഒരു ബസ് എന്ന് പറയാം. മുത്തശ്ശി അമ്മച്ചി കളവി എന്നൊന്നും പറയരുത്. എനിക്ക് കളവി മനസ്സിലാവും. ഓഹോ, നീ വർഷപ്പണിയാറിനായതുകൊണ്ട് ബസ് വിൽക്കാൻ വേണ്ടി വന്നാണ്. എന്റെ കയ്യിൽ ഒരു പഴയ ബസ് ഉണ്ട്, അത് വിൽക്കാൻ വന്ന. അപ്പൊ മുത്തശ്ശിയുടെ കോഡ് ബസ്. മുത്തശ്ശിയുടെ കോഡ് ബസ്. മുത്തശ്ശി കണ്ട ബസ് വരുന്നുണ്ട്. ബസ് വരുന്നുണ്ട്. ബസ് വരുന്നുണ്ട്. ഷേക്കപ്പ് സറൊക്കെ നല്ല വർക്കിംഗ്. ഭയങ്കര ചാട്ടോ, ഒരു കുറവില്ല. എന്നാലും ഈ വർക്കിംഗ് കണ്ടീഷൻ ഇല്ലാത്ത വണ്ടിക്ക് ഇതിന് മാത്രം എണ്ണ അടിക്കുന്നത് എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. പഴയ ബസ്സല്ലേ, അതുകൊണ്ടാ. ഹോണൊക്കെ നല്ല കൃത്യമായിട്ട് അടിക്കുന്നുണ്ടല്ലോ. എന്തോന്ന് രാത്രി ഒരു 9 കഴിയണം. ഞങ്ങളെ ഉറക്കൂല. 50 കോമഡിയാ. നീ വന്നേ. ഈ പഞ്ചായത്തിൽ ഒഴിയാതെ കിടക്കുന്ന 2 സാധനം ഉണ്ട്. ഒന്ന് ഞങ്ങളുടെ പഞ്ചായത്ത് കിണറ്റിലെ വെള്ളവും, പിന്നെ ഈ തള്ളയുടെ വയറും. ഏത് നേരം കയറ്റി ഇച്ചിരി വെള്ളം കൊടുക്കടി അതിന്. ഡീസലാണോ പെട്രോളോ? അല്ല, ചൂടുവെള്ളം വേണോ പച്ചവെള്ളം വേണോ? ചൂടുവെള്ളം എടുത്ത് അവരുടെ തലയെ കൂടെ ഒഴിക്കും. അല്ല, ചൂടുവെള്ളം തലേ ദിവസത്തെ എടുത്ത് കൊടുക്കണേ അമ്മച്ചിക്ക്. അല്ല പിന്നെ ഒരു കാര്യം പറഞ്ഞ ചെയ്യുമല്ലോ. കിട്ടിയാലും ഒച്ചപ്പാടും ബഹളമാട്ടങ്ങ് ഇരുന്നോണം. ഭഗവത്ഗീതയാണോ? അതല്ലെന്നോ. പിന്നെ നിന്റെ ഭാര്യ ഗീത അവിടെ ഉണ്ടോ? അവളവിടെ ഇല്ല. എന്നിട്ട് അവളെ അടിപ്പ അവിടെ കഴിയിട്ടേക്കുന്ന എല്ലാ തുറന്നല്ലേ ഉള്ളു. അവിടെ കാണും. ഞാൻ അങ്ങോട്ട് അവിടെ ചെന്ന് കഴിച്ചോ. അവിടെ വല്ലതും കാണും. നീ അയ്യോ, ഇവിടെ തന്നെ ഞാൻ സഹിക്കോ. ഇനി ഞാൻ അവരുടെ വീട്ടിലൂടെ വന്ന് സഹിക്കാൻ. നാട് തട്ടാ പോകുന്ന പോക്ക് കണ്ടോ തള്ളയുടെ? ഊണ് വെച്ചിട്ടോ നീ കേറി. ജ്യേഷ്ഠോ, കുഞ്ഞനിജൻ വന്നിരിക്കുന്നു. ജ്യേഷ്ഠോ ആരടി വെളിയില്? അനിയ നന്ദ, കഴിഞ്ഞ ഓണത്തിന് നീ എന്റെ തലയിൽ കൂടെ പായസം എടുത്ത് ഒഴിച്ചേച്ച് പോയ പോക്കാണല്ലോടാ. മദ്യപിച്ച് മതോന്മത്തനായ ഞാൻ എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കണം ജ്യേഷ്ഠ. ഞാനങ്ങ് ക്ഷമിക്കാൻ. ചുമ്മാ ഇരുന്ന് അച്ഛനെ പിടിച്ച് കിണറ്റി തള്ളിയിട്ട് എന്തിനാ? അത് കുടിച്ച് മതോന്മത്തനായി നിന്ന് എന്റെ അടുത്ത് വന്ന് ചോദിക്കുവോ അച്ഛൻ കിണറ്റിന് ആഴം എത്ര ഉണ്ടെന്ന്. ഞാൻ പിടിച്ചൊരു തള്ളു, അതിൽ തെറ്റില്ല. ഇല്ല. എന്താ സന്തോഷേട്ടാ, സുഖമാണോ? സുഖമാണ്. ആയിക്കോട്ടെ. ജ്യേഷ്ഠത്തി സുഖമാണല്ലോ അല്ലേ? അയ്യോ, ആ ചെറിയ തേനങ്ങ് തൂത്തുകള. എന്തോ ഞാനേ മുത്തശ്ശി ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. പാദപൂജ ചെയ്യണം. പാദപൂജ ചെയ്യാൻ വന്നതാണോ? അതെ, ഞാൻ മുത്തശ്ശി ഒന്ന് കാണട്ടെ. മുത്തശ്ശി നന്ദൻ വന്നിരിക്കുന്നു. നന്ദനെ ഞാൻ കണ്ടതാ. വേറെ സീഡി ഉണ്ടെങ്കിൽ എടുത്തു. അല്ല മുത്തശ്ശി, ഞാൻ മുത്തശ്ശി ഒന്ന് കാണാൻ വന്നതാ. മുത്തശ്ശിക്ക് ഓർമ്മയില്ലേ നന്ദനെ? ഒന്ന് പാദപൂജ ചെയ്തോട്ടെ. എന്റെ മുത്തശ്ശി എന്നോട് ക്ഷമിക്കണേ. എന്തെങ്കിലും തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് കൊല്ലേ ക്ഷമിക്കണേ. ഇവ കഴിഞ്ഞ ഓണത്തിന് വന്നപ്പോ ഇനി ഇവിടെ കണ്ട കാലേവാരി നിലത്തടിക്കുമെന്ന് പറഞ്ഞു പോയത്. അതൊരു അബദ്ധം പറ്റിയതാ മുത്തശ്ശി. പിന്നെ ഇന്നലെ സ്വപ്നത്തിൽ മുത്തച്ഛൻ വന്നായിരുന്നു കേട്ടോ. മുത്തച്ഛൻ
അദ്ദേഹം വന്നേച്ച് എന്റെ അടുത്ത് പറഞ്ഞു ദാക്ഷായണിയെ പോയി കാണണം, പാദപൂജ ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വന്നേ. പിന്നെ മുത്തശ്ശി എത്രയും പെട്ടെന്ന് ഒരുങ്ങി വാ. അവിടെ സിന്ധു കാത്തിരിക്കുക ഊണും വെച്ച് നാടൻ കോഴിക്കറിയാ. ഞാനൊന്ന് ഡ്രസ് മാറിയിട്ട് പതുക്കെ മെല്ലെ പോയിട്ട് വരണം. ഇത്ര നാളായിട്ട് ഞാൻ കാത്തിരിക്കുന്നത്. എന്തോ 50,000 രൂപയുടെ പാദപൂജയായിരിക്കും കഴിഞ്ഞത്. ഇന്നത്തെ പത്രം വായിച്ചായിരുന്നില്ലേ? പത്രം വായിച്ചായിരുന്നു. പിന്നെ പത്രം ഇവിടെ മാത്രമേ വരുള്ളൂ, എല്ലാ സ്ഥലത്തും പത്രം വരത്തില്ലേ? പക്ഷെ ഇന്ന് ഞാൻ കിളവിയെ കൊണ്ടുപോകും, വേറെ ഒരു കാര്യമില്ല. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ എന്നെ വെല്ലുമിച്ച് നീ ഇവിടെ വീട്ടിൽ നടക്കുമല്ലോ. എനിക്കൂടെ അവകാശപ്പെട്ട ഇന്നാൾ ഇവനെ വിളിച്ച് ഞങ്ങൾ പറഞ്ഞു. അവനും അവകാശമുള്ള സാധനം തന്നെ, അവനും അവകാശമുള്ള മുതലേ തന്നെ. ഒരു കാര്യം ചെയ്യും, 2 ലക്ഷം നിനക്ക്, 2 ലക്ഷം നിനക്ക്. അപ്പൊ ബാക്കി 1 ലക്ഷം ഞാൻ വലിക്കാൻ പിന്നെ എനിക്ക് വേണ്ടേ? അല്ലെങ്കിൽ ഞാൻ നാട്ടുകാരടുത്ത് പറയാം കളവിയെ കൊന്നു. അപ്പൊ നമ്മളെ ബസ് ബസ് എന്ന് പറയുമ്പോ ബസ് നമുക്ക് എത്രയും പെട്ടെന്ന് ബസ് ഏതെന്നല്ല. ഇതിപ്പോ എന്നാ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു ബസ് ഇങ്ങനെ വിലക്ക് മേടിച്ചത് വിൽക്കാൻ വേണ്ടിട്ടിരിക്കുക. തറവാട്ടിൽ ഒരു പഴയ ബസ് ഞങ്ങൾ വിൽക്കാനിരിക്കുക. അപ്പൊ അതിന്റെ ചർച്ചയും കൂടെ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പഴയ ബസ് ഉണ്ട്, ഓടയൊന്നും ഇല്ല. എന്നാലും ഷെയർ ഇട്ട് 2 പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5 ലക്ഷം രൂപ ബസ്സിന് കിട്ടുമെന്ന് വിചാരിച്ചോ? ഇവർക്ക് എത്ര വെച്ച് കൊടുക്കണം? ഇപ്പം പഴയ ബസ് അവനും കൂടെ വിലക്ക് വേണ്ട 2 രൂപയും കൂടെ. അപ്പൊ എനിക്ക് എന്തെങ്കിലും കൂടെ വല്ല 10-500 അല്ല അവിടെ ചിക്കൻ കറിയൊക്കെ ഉണ്ടെന്നോ? ഇവിടെ മട്ടൻ ഉണ്ടാക്കി വെച്ചേക്കുമല്ല, അതാരെടുത്ത് ഇന്നും അവിടെ കാത്തിരിക്കുന്ന ഇനി ചേമ്പ് കുഴിക്കത്തില്ലടാ. മട്ടൻ വെച്ചോട്ടെ മര്യാദ കേടല്ലയോ? അല്ല എന്നാലും ഈ ബസ് ഏത് ബസ്? ഏതായാലും സംഗതി പൊളിഞ്ഞു. നീ ഇനി 2 ലക്ഷം രൂപ മേടിച്ചോണ്ട് ഇവിടുന്ന് പോകുള്ളൂ. അത് നീ ഉറപ്പിച്ചാ വന്നേക്കുന്നേ. അതായിരുന്നു നിന്റെ ടോപ്പിക്. പക്ഷെ ഇതിൽ ബസ് എന്ന് പറഞ്ഞ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നേരത്തെ ഈ മുത്തശ്ശി എന്ന് പറഞ്ഞ പുള്ളിക്കാരി അത് കേൾക്കും. പിന്നെ ഈ സാധനം ഇവിടുന്ന് പോകുന്ന വിഷയമാവും. അപ്പൊ അതിന് ഞങ്ങൾ ഇട്ടൊരു ചെറിയൊരു കൊടുക്കും മണയാണ് പറയുന്ന ബസ് എന്ന് പറയുന്നത്. മുത്തശ്ശി എന്ന് പറയുന്നതിന് പകരം നീ ബസ് എന്ന് പറഞ്ഞു. അപ്പൊ വേറെ കേസ്, ഇങ്ങനെ ഇരുന്നാൽ പോലെ നമ്മൾ വർക്ക് ചെയ്യണം. നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. മണിച്ചതിന്റെ പരിപാടിയാണോ? അതേപോലെയൊക്കെ തന്നെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് കളവിക്ക് കോവിഡ് വരണം. അതെന്തെന്നുള്ള വഴി ആണ്. പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. തിരക്കുള്ള ഒരു സ്ഥലത്തേക്ക് അമ്മൂമ്മയെ കൊണ്ടാക്കുന്നു. അപ്പൊ തന്നെ കോവിഡ് വന്നില്ലേ? ഇപ്പൊ അങ്ങനെയല്ലേ? മാസ്ക് ഒന്നും വെക്കണ്ടല്ലോ. എന്റെ രാവേ തൃശ്ശൂര് പോയതിന്റെ അനുഭവം അറിയോ? രാവിലെ വെളുപ്പിന് മീൻ വണ്ടിയെ വന്ന് തള്ളയാ. പിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമല്ലെന്നവര് വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോന്ന് ആലോചിച്ച് കോവിഡ് വരുത്താൻ. കിട്ടി. കളവി പുറത്തോട്ട് പോകൂല. കോവിഡ് ഉള്ള ഒരാൾ ഇങ്ങോട്ട് വന്നാലോ? കോവിഡ് ഉള്ള ഒരാൾ ഇങ്ങോട്ട് വന്ന് വലിഞ്ഞേച്ച് എനിക്ക് ഞങ്ങൾക്ക് ഇവിടെ നമ്മൾ മാസ്ക് വെച്ചാൽ മതി. കോവിഡ് ഉള്ള ഒരാൾ ഇങ്ങോട്ട് കൊണ്ടുവരാം, ഞാൻ കൊണ്ടുവരാം. അതും പറഞ്ഞ കാര്യമുണ്ട്. അങ്ങനെ ഒരാള് വന്നു കഴിഞ്ഞാൽ മുത്തശ്ശിക്ക് കോവിഡ് വരാൻ സാധ്യതയുണ്ട്. സമ്പർക്കത്തിലൂടെ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എന്ന് കൊണ്ടുവരാം? നമുക്ക് ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ വെക്കാം. ഫംഗ്ഷൻ ഒരു കാര്യം ചെയ്യാം. മുത്തശ്ശിയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞാ പിന്നെ അവർക്ക് ബർത്ത്ഡേ ഒക്കെ നല്ല ഓർമ്മയുണ്ടാകും. പെറ്റ മക്കളുടെ കണക്ക് ഓർമ്മയില്ല, പിന്നെ അവർക്ക് ബർത്ത്ഡേ ഒന്നും നോക്കാനില്ല. നാളെ മുത്തശ്ശിയുടെ ബർത്ത്ഡേ എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ ഏതെങ്കിലും കീടടിക്കാനെന്ന് പൈസ അല്ലാതെ കോവിഡ് രോഗികൾ കാണാം. ഈ കുടിയന്മാരൊക്കെ 5 മിനിറ്റ് കൊണ്ട് കാര്യം കഴിഞ്ഞിട്ട് അങ്ങ് പോകുന്നു. ഞാൻ കൊണ്ടുവരാം. കോവിഡ് രോഗിയെ ഞാൻ കൊണ്ടുവരാം. ബർത്ത്ഡേ നിങ്ങൾ സെറ്റ് ചെയ്തോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബർത്ത്ഡേ കാര്യം ഞങ്ങൾ ഏറ്റ് കോവിഡ് രോഗിയായിട്ട് രാവിലെ നീങ്ങി വരണം. ഉറപ്പ്. ഓക്കെ. ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തീരെ സമയമില്ല. അവിടെ ഞാൻ മതിലി ആടി ഒളിച്ചു പോകുന്നതാ. 5 മിനിറ്റിന്റെ കാര്യം. സിനിമാ നടന്മാർ തിരക്കാണ്. സെറ്റിലേക്ക് ഇപ്പൊ എന്റെ സീസൺ ആണല്ലോ. എന്നെ കണ്ട അവിടെ പ്രശ്നം കണ്ടില്ല. പ്രശ്നം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മുത്തശ്ശിയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞോ. അല്ല, നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. മുത്തശ്ശിയുടെ അടുത്ത് പറയണം ഹാപ്പി ബർത്ത്ഡേ ദാക്ഷായണി മുത്തശ്ശി. ആദ്യം നമുക്ക് കേക്ക് മുറിച്ചിട്ടു. മുത്തശ്ശി മുത്തശ്ശി എന്ന് പറഞ്ഞേ. ഹാപ്പി ബർത്ത്ഡേ മുത്തശ്ശി. അത് പോരാ, ദാക്ഷായണി മുത്തശ്ശി എന്ന് പറയണം. ഹാപ്പി ബർത്ത്ഡേ ദാക്ഷായണി മുത്തശ്ശി. എടി മുത്തശ്ശി വിളിക്കുന്ന സമയം പോകുന്നു. മുത്തശ്ശി കുഞ്ഞു പാവയ്ക്കുന്നല്ലോ നല്ല നാള് പിറന്നാള്
തലപ്പാവ് പിന്നെ നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാണ് മക്കളെ. നിങ്ങൾക്ക് ഞാൻ ഇന്നലെ ഉടുക്കാൻ വേണ്ടി ചെറ്റം കൊണ്ടു അങ്ങോട്ട് മേടിച്ചു തന്നതാണോ? പിന്നെ എന്നാ കോലത്തിലാ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത്? എടാ നിന്നെയൊക്കെ കാട്ടി ഒരുപാട് ഓണം കൂടുതൽ ഉണ്ടവളാടാ ഞാന് കേട്ടോ. നീയൊക്കെ ഇവിടുന്ന് ബസ് എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്കിട്ട് തേച്ചോണ്ടിരിക്കുവാണെന്ന്. മനസ്സിലായോ? അപ്പോഴാണ് എനിക്ക് തിരിച്ചറിഞ്ഞത് ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് ഇപ്പോഴും നല്ല വിലയുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ മോനെ ഈ ബസ്സിന് ഞാൻ പോയി ഒരു ബോഡി അങ്ങ് കെട്ടിച്ച് എങ്ങനെയുണ്ടല്ലോ വർക്ക്ഷോപ്പ് മേശിരി ഈ ബോഡി നല്ലതാ. ട്രാഫിക് സിസ്റ്റം ഒന്നും തെറ്റിക്കാതെ കറക്റ്റായിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഇനിയും പോകൂടാ ഈ വണ്ടി കുറെ നാൾ അങ്ങോട്ട് കേട്ടോ. പക്ഷെ എനിക്കൊരു വിഷമേ ഉള്ളു. ഇനി കുറച്ചു കാലത്തേക്ക് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റത്തില്ലല്ലോടാ. ഞാനങ്ങും പോകുന്നില്ല, ഞാനിത് ഇട്ടേക്കല്ലയോ. നിങ്ങളെല്ലാം കൂടി ഇനി 17 ദിവസം ക്വാറന്റൈൻ പോയല്ലോടാ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് 197th എപ്പിസോഡാണ്. ഈ വീക്കിലെ ലാസ്റ്റ് ഡേ, അതായത് നമ്മുടെ തേഴ്സ്ഡേ. എന്താണ് നസീർക്ക ഉത്തരം പറയൂ? ടീച്ചർ 200ാമത്തെ എപ്പിസോഡ്. വെരി ഗുഡ്. ഒരു സ്റ്റാർ ഉണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് അവൻ കണക്കില് 197 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ട് എത്രാമത്തെ കയ്യന്റെ കാലും കയ്യൊക്കെ ഞാൻ നോക്കിയപ്പോ ഒരു സെക്കൻഡ് കാലും കൈയൊക്കെ വെച്ച് നോക്കണം. 97 റിമിയുടെ കൈയും കൂടെ എടുത്തിട്ട് എണ്ണാൻ നോക്കിയതാ. അപ്പൊ എന്തായാലും 200ാമത്തെ എപ്പിസോഡിൽ ഇതുപോലൊക്കെ തന്നെ ഇതിലും ഗംഭീരമായിട്ട് നമ്മൾ അടിച്ച് പൊളിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾ മറക്കാതെ കാണുക 200th എപ്പിസോഡ് വരണേ. അപ്പൊ ഇന്നത്തേക്ക് Costume courtesy for Nadir Shah and Kottayam Nazir. London classic casual shirts. Jewelry courtesy for Gopika, Planet Jewel.